വൈറ്റ് ഫുഡ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മള് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മള് ഫുള്ള് രാവിലെ തൊട്ട് രാത്രി വരെ വൈറ്റ് കളറിലുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ വൈറ്റ് കളറിൽ എന്തൊക്കെയുണ്ട് ഫുഡ്? പാലും മുട്ടയും മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കിയുള്ള നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പിന്നെന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെന്താ പറയാനുള്ളത്, അപ്പൊ എന്തൊക്കെ വൈറ്റ് കളർ ഫുഡ് കഴിക്കാന്നുള്ളത് നിങ്ങൾ എനിക്ക് കമന്റിൽ അറിയിക്കാം. ഇത് സമയമായി ഞങ്ങള് പല്ലേക്കാൻ പോകണം. അപ്പൊ വൈറ്റ് ഫുഡ് ചാലഞ്ച് ഞങ്ങൾ വൈറ്റ് കളർ പേസ്റ്റ് കൊണ്ടാണ് കഴിക്കാൻ പോകുന്നത്. അവിടെ എടുത്തോ പറയാം. അപ്പോൾ ഇവിടെ എന്നെ കൂടെ ഫുഡ് ചാലഞ്ചിന് വേണ്ടിയിട്ട് നോക്കട്ടെ, അവിടെ കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ വൈറ്റ് കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ട് പല്ലേക്കാൻ പോകുന്നത്. നീ പല്ല് തേച്ച് ഞങ്ങൾ കുളിച്ചിട്ട് വരാം. ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് ഞങ്ങൾക്ക് തപ്പണം. ഇന്ന് നമുക്ക് വൈറ്റ് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വൈറ്റ് ഫുഡ് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യാം. അപ്പൊ ശരി, ബൈ. പല്ലികൾ കഴിക്കില്ല, ഞങ്ങൾ തലച്ച് വരാം. അപ്പൊ നമുക്ക് ഇന്ന് രാവിലത്തെ നമ്മള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. വെള്ള പേസ്റ്റ് ഇട്ടാണ് നമ്മൾ പല്ല് തേച്ചത്. അതിനുശേഷം നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് നൂഡിൽസ് ആണ്. വൈറ്റ് നൂഡിൽസ് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് വൈറ്റ് നൂഡിൽസ്, നമുക്ക് വെള്ള നമ്മുടെ സ്വന്തം നൂലപ്പം. അപ്പൊ നൂലപ്പം നാളികേരപ്പാലാണ് നമ്മൾ കഴിക്കാൻ പോണത്. അപ്പൊ നമുക്ക് നമ്മുടെ നൂലപ്പം നാളികേരപ്പാലും കഴിക്കാം. ഇത് ഒരെണ്ണം കണ്ടിട്ട് പേടിക്കണ്ട, ഇത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോണ്ടേയിരിക്കും. പക്ഷെ ഇപ്പൊ ഒരെണ്ണം വീഡിയോയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഒരെണ്ണം കഴിക്കണല്ലോ. സൂപ്പറായിട്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കിയ നൂലപ്പാണ്. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത കാരണം ഫുഡ് ഓർഡർ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ നൂലപ്പം ഇവിടെ തീർന്നു. എന്തായാലും ചോറ് വെള്ളല്ലേ, അത് തന്നെ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ, സാധാരണ നമ്മൾ ചൂടാക്കിയ പച്ചവെള്ളമാണ് കുടിക്കാറ്. ഇപ്പൊ പച്ചവെള്ളം ഇപ്പൊ കുടിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ വെള്ളമാണ് കുടിക്കാൻ പോകുന്നത്. നാരങ്ങ വെള്ളത്തിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് കുടിക്കുന്നത്. നാരങ്ങ വെള്ളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരമായി. അത് കാരണം കുറച്ച് ടൈപ്പ് വന്നിട്ടുണ്ട്. എന്നാലും സാരില്ല, നമുക്ക് നമ്മുടെ ചലഞ്ചാണ് നമുക്ക് പ്രധാനം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. അത്ര മതി. ഫുള്ള് കഴിച്ച് ചിലപ്പോഴേ ഞാൻ ആ കഴിച്ചത് മുഴുവൻ നിങ്ങൾ പുറത്തേക്ക് വരും. അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പൊ രാവിലത്തെ ചലഞ്ച് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് അടുത്ത് ഇനി അഥവാ എനിക്ക് വിശക്കാണെങ്കിൽ ഒരു 11:30 ഒരു 12 മണിയാവാറാവുമ്പോ എന്തെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പൊ എന്തെങ്കിലും വെള്ള ഫുഡ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പൊ ആ ഫുഡ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞു തോന്നുന്നില്ലേ, ഭക്ഷണം കഴിച്ച കാര്യം എനിക്ക് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. അടുത്ത ഫുഡ് ഉച്ചക്കലത്തെ ഫുഡായിട്ട് വരാം. അതിന്റെ ഇടയിൽ ഞാൻ ഇടയിലത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞാൽ ഡിന്നർ കഴിഞ്ഞാൽ വയറിളക്കം. അതൊക്കെ പോയിട്ട് വരാം. അപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ പോവാണ്. ഇപ്പൊ സമയം ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പൊ ഇന്ന് കൂട്ടാൻ നോക്കിയപ്പോ അമ്മ ഉണ്ടാക്കിയ കൂട്ടാനൊക്കെ മഞ്ഞ കളറായിട്ടായിരിക്കും. അപ്പൊ ഇനി നമുക്ക് കഴിക്കാണ്ട് പറ്റില്ല, നമുക്ക് നമ്മുടെ ചലഞ്ചിൽ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ മുട്ടയും കുറച്ച് മോരും ഉണ്ട്. മോരിന്റെ കളർ വെള്ളയാണ്. അപ്പൊ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് ഇന്ന് നമ്മൾ തകർക്കാൻ. മോരും ചോറും നല്ല ടേസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ മോരും ചോറും പിന്നെ ഈ മുട്ട പൊഴിഞ്ഞത്. ഇതിന്റെ ഉള്ളിൽ മഞ്ഞ ഉണ്ടെങ്കിൽ ഞാൻ മഞ്ഞ കഴിക്കില്ല, വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. കഴിക്കാം. ആഹാ, വിശന്നിരിക്കുമ്പോ നമുക്ക് മോര് കൂട്ടി ചോറിനാലും നല്ല ടേസ്റ്റ്. മുട്ടയുടെ വെള്ളം ഇവിടെ എന്നിട്ടൊക്കെ പയറ് കൂട്ടാനുണ്ട്, പിന്നെ പടവലങ്ങ കൂട്ടാൻ വെച്ചിട്ടുണ്ട്, പിന്നെ അമരക്കായ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഒന്നും എന്റെ വെള്ള കളറിലില്ല. ഞാൻ നമുക്ക് ഈ മുട്ട കൂട്ടി തിന്നാം. മുട്ടയുടെ ഉണ്ണി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അവസാനിപ്പിക്കട്ടെ. മോര് കൂട്ടി നമ്മള് ഫുള്ള് കഴിച്ചു തീർത്തുട്ടാ. ഞാനെന്തായതേ, ഞാൻ മുട്ടയുടെ ഉണ്ണി തൊട്ടിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്.
കഴിഞ്ഞിട്ട് പഠിച്ചു കൊണ്ടിട്ടാ. ഇന്നത്തെ വിശപ്പല്ലേ. ഇനി നമ്മൾ ഉച്ച തിരിഞ്ഞിട്ടാണ് എന്തെങ്കിലും കഴിക്കോളാം. ഉച്ച തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 4 മണി 5 മണി ആവാറാകുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സമയം 1:30 1:45 2:45 3:45 4:45. ഓ മൈ ഗോഡ്, ഇനി 2:30 3 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യണം. നോക്കട്ടെ, വെള്ളം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് കുറച്ച് മോരുള്ളത് നമുക്ക് കുടിക്കാം. വിശന്നാല ഞാൻ പറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി അടുത്ത ഫുഡുമായിട്ട് കാണാം. ഇപ്പൊ സമയം 4:30 കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമ്മുടെ ഈവനിങ് സ്നാക്കിനുള്ള സമയമായി. അപ്പോൾ ചായ കുടിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ പൊരിയാണ്. പൊരിയില് നാളികേരം ചെരുകിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ഇങ്ങനെ മഞ്ഞ കളർ തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും ഇത് വെള്ള കളർ തന്നെയാണ് കേട്ടോ. പൊരി വെള്ള കളറില്ല. സൂപ്പറായിട്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഉച്ചക്ക് ഞാൻ നമ്മുടെ മോര് കൂട്ടിയിട്ട് കുറച്ച് ചോറുണ്ടല്ലോ, അതാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഈവനിങ്ങിൽ ഇതാണ് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പൊരി തിന്നു കഴിഞ്ഞു കേട്ടാ. ലാസ്റ്റ് സ്പൂണ്, ലാസ്റ്റ് 1-2 പൊരി ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. പൊരി തിന്നു കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും കുടിക്കണ്ടേ? ചായ കുടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് പാലാണ് കുടിക്കണത്. സത്യം പറയില്ല, എനിക്ക് പാലിങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. അത് കണ്ടപ്പോഴേ മനസ്സിലായി. നമ്മുടെ ചലഞ്ചിന് വേണ്ടിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണിത്. നമ്മുടെ ഈവനിങ് സ്നാക്സും കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മോർണിംഗ് കഴിഞ്ഞു. മോർണിംഗ് നമ്മൾ പല്ലേച്ചത് കൂട്ടണം കേട്ടോ. അത് പേസ്റ്റ് ആയിരുന്നു വായിക്കുന്നില്ല. അത് കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ അങ്ങടെ ഒരു നൂലപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വയറ് നിറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല. പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ കഴിച്ചത്, അതും സക്സസ് ആയി. പിന്നെ ഈവനിങ്ങിൽ നമ്മൾ പൊരിയും പാലും കുടിച്ചു. അപ്പൊ അതും സക്സസ് ആയി. അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ എത്രയും സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കഴിക്കാൻ പോകണം. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ 4:30 കഴിച്ച് ഇനി 5:30 6:30 7:30 8:30 9 അമ്മ ഇത്രയധികം സമയമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും തപ്പിട്ട് വരാം. അപ്പൊ രണ്ട് സ്ലോട്ടും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വൈറ്റ് ഫുഡ് ചാലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ആയി, സക്സസ്ഫുൾ ആയി. അപ്പൊ നമുക്ക് അടുത്ത ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ പോവാണ്. പ്രാതൽ കഴിഞ്ഞാൽ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മള് ഉപ്മാവ് ഉണ്ടാക്കിയേക്കണം. അപ്പൊ ഈ പച്ചയൊക്കെ മാറ്റിവെക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തുന്നുള്ള നമ്മുടെ റവ ഉപ്മാവും അതുപോലെ തന്നെ വെള്ള കളറുള്ള നമ്മുടെ ചെറുപഴമാണ്. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഈശ്വര, ഇനിയിപ്പോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റണാവോ? ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അപ്പൊ നമ്മുടെ ഉപ്മാവതേ തീർന്നു. അപ്പൊ ഞാൻ ഈ നേരത്തൊന്നും കഴിക്കാറില്ല. അത് കണ്ടപ്പോഴേ മനസ്സിലായി. അത് നമ്മുടെ ലാസ്റ്റിന്റെ തൊട്ട് മുന്നത്തെ ഒരു സ്ലോട്ടും കൂടി കഴിഞ്ഞു. നമുക്ക് ലാസ്റ്റ് രാത്രിയിലത്തെ ഭക്ഷണം കൂടി ഉള്ളോ. ഇത് തീർന്നില്ലേ? അത് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും, നമുക്ക് എന്തൊക്കെ വെള്ള കളറിലുള്ള സ്പെഷ്യൽ ഉണ്ടാവും നമുക്ക് ആ സമയത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഫുഡായിട്ട് ഞാൻ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ വഴി കൂടെ പോകുമ്പോഴുണ്ട് കുറച്ച് വെള്ളരിക്ക ഇരിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈശ്വര അതേ വെള്ള കളറുള്ള ഫുഡ് തിന്നു. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളരിക്ക തിന്നാം. എല്ലാം കൂടി തിന്നിട്ട് എന്താവണോ ഈശ്വര. അതിന്റെ പുളിയൊക്കെ ഉണ്ട് കേട്ടോ. കളർ ഫുഡ് കണ്ടിട്ട് നമ്മൾ കഴിക്കാണ്ട് പോയാ അതൊരു മോശമില്ല നമ്മുടെ ചലഞ്ചിന്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കഴിച്ചത്. അപ്പൊ നമുക്ക് രാത്രി സൂപ്പർ ഫുഡായിട്ട് കാണാം. കഴിഞ്ഞില്ല. അപ്പൊ നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈറ്റ് ഫുഡ് ചാലഞ്ചിന്റെ ലാസ്റ്റ് ഫുഡാണിത്, ലാസ്റ്റ് സപ്പർ. അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം. അപ്പൊ ഇത് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കുമ്പളങ്ങ കൊണ്ട് ഓലന ഉണ്ടാക്കിയേക്കാട്ടാ. അപ്പൊ നമുക്ക് കഴിക്കാം. ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യലാണ്. ഇവിടെ ഉണക്കമാന്തൽ വറുത്തതിരിക്കുന്നുണ്ട്, അമരക്കായ ഉപ്പേരി ഇരിക്കുന്നുണ്ട്, മുതിര കൂട്ടാൻ വെച്ചിരിക്കുന്നുണ്ട്, അതൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ വെള്ളമില്ലാതെ കാരണം ഞാനൊന്നും കഴിക്കുന്നില്ല. നമ്മുടെ ചാലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്യാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.
ഫുഡ് തന്നെ സൂപ്പറായിട്ട് കേട്ടോ. അപ്പൊ നമുക്കിത് വേഗം കഴിച്ചു വെക്കാം. അപ്പൊ ഇതേ നമ്മുടെ ഈ ലാസ്റ്റ് ടാസ്കും കൂടി അവസാനിപ്പിച്ചു കഴിഞ്ഞാലേ നമ്മുടെ വൈറ്റ് ഫുഡ് ചലഞ്ച് ഫിനിഷ് ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റും. അപ്പൊ ഞാൻ വേഗം തിന്നു വെക്കട്ടെ. നമ്മുടെ ചോറ് ഒരുവിധം കഴിഞ്ഞു കേട്ടാ. ലാസ്റ്റ് വായും കൂടി കഴിച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. ലാസ്റ്റ് വെറ്റിനെ പോലെ നമ്മൾ വെറുതെ വിട്ടു. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. വെളുത്തല്ലാത്ത കാരണം ഇവരൊക്കെ ഞാൻ കഴിച്ചില്ല. ഭയങ്കരമായ ആള്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സപ്പർ നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടയുടെ ഉള്ളിൽ നിന്റെ തൊണ്ടേ കയറി കുരുങ്ങി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സപ്പറും ലാസ്റ്റ് ടാസ്കും നമ്മള് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ഇന്ന് നമ്മൾ കഴിച്ച ഫുഡൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരുന്നു. നമ്മൾ വൈറ്റ് കളർ ചാലഞ്ച് ചെയ്തെന്ന് വെച്ചാലും നമ്മൾ പുറത്തുനിന്ന് ജങ്ക് ഫുഡ് അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും മേടിക്കാനും പറ്റില്ല. അപ്പൊ എനിക്കൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കി തന്ന ഫുഡായിരുന്നു. അപ്പൊ എല്ലാം ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ട്രൈ ചെയ്യാം. ഇനിയിപ്പോ അറിയില്ല, വേറെ കളേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ജങ്ക് ഫുഡൊക്കെ കഴിക്കേണ്ടി വരും. എന്നാലും നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്താ പറയാനുള്ള അപ്പൊ ഇതേപോലത്തെ ചാലഞ്ചസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാം. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റ് സെലക്ട് ചെയ്ത്. പിന്നെ വെള്ള എന്ന് പറഞ്ഞ സമാധാനത്തിന്റെ ഒരു കളറും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. എന്തോ എങ്ങനെ. അപ്പൊ ഇതേപോലെ നല്ല വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.